Hi, welcome children. In this video, we are going to discuss paper 2, JEE Advanced 2024. ഈ വർഷം നടന്ന JEE Advancedന്റെ പേപ്പർ 2 കെമിസ്ട്രി പാർട്ടിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. According to Bohr model, highest kinetic energy associated with electron. അതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കൈനറ്റിക് എനർജി വിൽ ബി 13.6 into Z square by N square electron volt per atom. അറിയാലോ അല്ലേ? യെസ്. അപ്പോൾ ഇത് ഫിക്സഡ് ആണ്. ദാറ്റ് ഈസ് ദ അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രോജൻ ആൻഡ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് Z square by N square. എവിടെയാണ് Z സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഹയസ്റ്റ് വരുന്നത് എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം അറ്റോമിക് നമ്പർ 1 സ്ക്വയർ, ഓർബിറ്റ് നമ്പർ 1 സ്ക്വയർ 1 എന്ന് വരും. ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം പ്ലസ് അറ്റോമിക് നമ്പർ 2 സ്ക്വയർ, ഓർബിറ്റ് നമ്പർ 1 സ്ക്വയർ 4 എന്ന് വരും. സോ വെൻ യു കമ്പയർ എ ആൻഡ് ബി, ബി ഈസ് ദി ആൻസർ അല്ലേ? സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹീലിയം, സോ ഇറ്റ് വിൽ ബി അറ്റോമിക് നമ്പർ 2 സ്ക്വയർ, ഓർബിറ്റ് നമ്പർ സെക്കൻഡ് ഓർബിറ്റ് അല്ലേ, അപ്പോൾ 2 സ്ക്വയർ, അപ്പോൾ അതും 1 എന്ന് വരും. അപ്പോൾ എയും സിയും സെയിം വാല്യൂ ആണ് വരിക അല്ലേ? യെസ്. സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ലിത്തിയം അറ്റോമിക് നമ്പർ 3 സ്ക്വയർ 2 സ്ക്വയർ, അപ്പോൾ 9/4 എന്ന് വരും അല്ലേ? 9/4 എന്ന് വരും. അപ്പോൾ ഹയസ്റ്റ് വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 4 എന്ന് വരും. 13.6 into 4 എന്ന് വരും. ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് Z സ്ക്വയർ ബൈ എൻ സ്ക്വയർ കമ്പയർ. വളരെ ഈസി ആയിട്ട് പറയാവുന്ന ഒരു ആൻസർ ആണ് അല്ലേ? അടുത്ത ചോദ്യം. നെക്സ്റ്റ്. ഇൻ എ മെറ്റൽ ഡെഫിഷ്യന്റ് ഓക്സൈഡ് സാമ്പിൾ MX/2O4, Mn, Y are metals. ഇത് രണ്ടും മെറ്റൽസ് ആണ്. M is present in both +2 and +3. M +2ലും +3ലും ഉണ്ട്. Y ഉള്ളത് +3ലും മാത്രമാണ്. ഫ്രാക്ഷൻ ഓഫ് M2 പ്ലസ് അയോൺ പ്രസന്റ് ഇൻ M is 1/3. അപ്പോൾ M 2+ ആയിട്ടുള്ളത് 1/3 ആണ്. അപ്പോൾ M 3+ ആയിട്ടുള്ളത് 2/3 ആയിരിക്കും. എന്താ കണ്ടുപിടിക്കേണ്ടത്? X എത്ര എന്നാണ് ചോദ്യം. X എത്ര എന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് ചെയ്തുകൂടെ? MX Y2 and O4. MX രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. എങ്ങനെ? +2 ഉണ്ട്, +3 ഉണ്ട്. +2 ഉള്ളത് 1/3, +3 ഉള്ളത് 2/3. ശരിയല്ലേ? +2ൽ വരുന്നത് 1/3, +3ൽ വരുന്നത് 2/3. ഇനി ഇയാള് +3 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇയാള് രണ്ടെണ്ണം ഉണ്ട്, ഇയാള് +3 മാത്രമേ ഉള്ളൂ. ഇയാള് പിന്നെ അറിയാലോ -2 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 0 വരണം, കഴിഞ്ഞു. അപ്പൊ X കിട്ടും. അപ്പോ 1/3 X ഓഫ് +2 എന്ന് വെച്ചാൽ +2x/3 പ്ലസ് 2/3 X ഓഫ് +3, ദാറ്റ് ഈസ് +6x/3 പ്ലസ് 2 into +3 6 minus 4 into -2 8 equal to 0. X സോൾവ് ചെയ്യാം. അത്രയല്ലേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. അവിടെ എന്താണ് വരിക? 2x-ഉം 6x-ഉം 8x എന്ന് വരും. സോ ഇറ്റ് ഈസ് 8x/3 മൈനസ് 6-ഉം 8-ഉം 2 equal to 0. 8x/3 equal to 2. 8x equal to 6. X is equal to 6/8 എന്ന് വെച്ചാൽ 3/4 എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി 0.75 is the correct answer. വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the following reaction sequence, major product Q. അപ്പോൾ ഇതാണ് ചോദ്യം. മേജർ പ്രോഡക്റ്റ് Q. L ഗ്ലൂക്കോസ് HI. L ഗ്ലൂക്കോസ് ആയാലും ശരി, D ഗ്ലൂക്കോസ് ആയാലും ശരി, എക്സസ് HIയുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഹെക്സെയിൻ കിട്ടും.
സോ ഒന്നാമത്തെ റിയാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോർമൽ ഹെക്സെയിൻ ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞില്ല. രണ്ടാമത്തേത് ആരോമാറ്റൈസേഷൻ, ദ വെരി ഫേമസ് റിയാക്ഷൻ ആരോമാറ്റൈസേഷൻ, റീഫോമിംഗ് പ്രോസസ്. നോർമൽ ഹെക്സെയിൻ റീഫോമിംഗ് പ്രോസസ് നടത്തിയാൽ എന്താ കിട്ടുക? ബെൻസീൻ കിട്ടും. സോ പി ഈസ് ബെൻസീൻ. പി ഈസ് നത്തിങ് ബട്ട് ആരോമാറ്റൈസേഷൻ പ്രോഡക്റ്റ് ബെൻസീൻ. ആദ്യം നോർമൽ ഹെക്സെയിൻ കിട്ടും, അത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ പി കിട്ടും, ബെൻസീൻ കിട്ടും. ബെൻസീൻ വിത്ത് ക്ലോറിൻ എക്സസ് യു വി ലൈറ്റ്, ഫ്രീ റാഡിക്കൽ അഡിഷൻ റിയാക്ഷൻ. ഫ്രീ റാഡിക്കൽ അഡിഷൻ റിയാക്ഷൻ. ഓപ്ഷൻ ഡി. ദിസ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഫ്രീ റാഡിക്കൽ അഡിഷൻ റിയാക്ഷൻ. 3 chlorine will be added across ഓരോ Cl2ഉം ഇവിടെയും ആഡ് ചെയ്യും ആൻഡ് യു വിൽ ഗെറ്റ് ബെൻസീൻ അല്ലെ, BHC എന്ന് പറയുന്ന ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്ന് പറയുന്ന, ലിൻഡെയിൻ എന്ന് പറയുന്ന, ഗമാക്സെയിൻ എന്ന് പറയുന്ന, ഇതൊക്കെ നമുക്ക് NCERT പരിചയപ്പെടുത്തുന്ന മോളിക്യൂൾസ് ആണ്. വൺ ഗാമ കോൺഫിഗറേഷൻ ഓഫ് ദി മോളിക്യൂൾ കോൾഡ് ഗമാക്സെയിൻ എന്ന് വിളിക്കും, ലിൻഡെയിൻ എന്ന് പറയും. അറിയപ്പെടുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ് ലിൻഡെയിൻ എന്ന് പറയും. 666 എന്ന് പറയും, ബിക്കോസ് ഇറ്റ് ഈസ് C6H6Cl6. 666 എന്ന് പറയും, ലിൻഡെയിൻ എന്ന് പറയും, ഗമാക്സെയിൻ എന്ന് പറയും, ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ അല്ലെ. എപ്പോഴാണ് എ കിട്ടുക? എ കിട്ടണമെങ്കിലോ ക്ലോറിൻ വിത്ത് ലൂയിസ് ആസിഡ് ആണെങ്കിൽ, എക്സസ് ക്ലോറിൻ വിത്ത് ലൂയിസ് ആസിഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓപ്ഷൻ എ വിൽ ബി ഒബ്റ്റൈൻഡ്. അപ്പൊ എയും ഡിയും മാത്രമാണ് അവിടെ കോമ്പീറ്റിംഗ് ആയിട്ടുള്ളത്. ഇവിടെ ഇറ്റ് ഈസ് ഫ്രീ റാഡിക്കൽ അഡിഷൻ റിയാക്ഷൻ. കേട്ടോ, ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, species formed on fluorination of phosphorus pentachloride in a polar organic solvent. Phosphorus pentachloride in a polar organic solvent. PCl5. PCl5 can exist as, പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. PCl5 can exist in the ionic form PCl4 plus and PCl6 minus. PCl4 plus tetrahedral ആയിട്ടും PCl6 മൈനസ് ഒക്ടാഹീഡ്രൽ ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നു. റൈറ്റ്, ഇതിനെ ഫ്ലൂറിനേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഫ്ലൂറിനേറ്റ്. ദിസ് ഈസ് കണ്ടക്റ്റഡ് ഫോർ ഫ്ലൂറിനേഷൻ. ഫ്ലൂറിനേഷൻ നടത്തിയാൽ ഈ ക്ലോറിനെ എഫക്ട് ചെയ്യില്ല. അപ്പോ ഈ ഓപ്ഷൻ തെറ്റാണ്. ഈ ക്ലോറിൻ അതുപോലെ തന്നെ ഉണ്ടാവും. ഇതാണ് കുറച്ചും കൂടെ അൺസ്റ്റേബിൾ. കാരണം ബിഗർ ക്ലോറിൻ ആറ്റം 6 എണ്ണം അക്രോസ് ദ ഫോസ്ഫറസ്, അത് കുറച്ചുകൂടെ അൺസ്റ്റേബിൾ ആണ്. അത് റീപ്ലേസ് ചെയ്യപ്പെടാം. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ദർ ക്യാൻ ബി എ പാർഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 6 chlorine ഇൻ ദിസ് സ്പീഷീസ് ഓർ കംപ്ലീറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 6 chlorine ഇൻ ദ സ്പീഷീസ്. അപ്പൊ PCl6 എന്നുള്ളത് PF6 ആയിട്ട് മാറാം, അല്ലെങ്കിൽ PCl4F2 ആയിട്ട് മാറാം. ബിക്കോസ് ഫ്ലൂറിൻ അക്രോസ് ദി ഒക്ടാഹീഡ്രൽ സിസ്റ്റം ഈസ് മോർ സ്റ്റെബിലൈസ്ഡ് ഡ്യൂ ടു സ്റ്റെറിക് സ്റ്റെബിലൈസേഷൻ. അപ്പൊ ഫ്ലൂറിൻ 6 പൊസിഷനിൽ കുറച്ചുകൂടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് അല്ല കേട്ടോ, സ്റ്റെറിക് സ്റ്റെബിലൈസേഷൻ. റൈറ്റ്, ഫ്ലൂറിൻ കുഞ്ഞിതല്ലേ. അപ്പൊ 6 ഫ്ലൂറിൻ ഒക്ടാഹീഡ്രൽ സിസ്റ്റത്തിൽ വരുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുക. സ്റ്റെറിക് സ്റ്റെബിലൈസേഷൻ നടക്കാവുന്നതാണ്. ഇവിടെ പിന്നെ അതിന്റെ ആവശ്യമില്ല. അത് ഓൾറെഡി സ്റ്റേബിൾ ആണ്. ബട്ട് ഇൻ ഒക്ടാഹീഡ്രൽ സിസ്റ്റം ദർ ക്യാൻ ബി പ്രിറ്റി മോർ റീപ്ലേസ്മെന്റ് ഓഫ് ക്ലോറിൻ വിത്ത് ഫ്ലൂറിൻ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇറ്റ് ക്യാൻ ബി പാർഷ്യൽ ഫ്ലൂറിനേഷൻ അക്രോസ് PL6 അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്ലൂറിനേഷൻ അക്രോസ് PCl6. PCl6 പാർഷ്യൽ ആയിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ ഫ്ലൂറിനേഷൻ നടക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടാവാം. റൈറ്റ്, ടെക്സ്റ്റിൽ NCERT ഉള്ളതല്ല, NCERT നമ്മൾ പഠിക്കുന്നതല്ല. പഴയ NCERT ചില പുസ്തകങ്ങളിലെങ്കിലും ഇത് കാണാം. സോളിഡ് ഫോം ഓഫ് PCl5 എക്സിസ്റ്റേഴ്സ്, PCl4 പ്ലസ് PCl6 മൈനസ്. അത് ചില പുസ്തകങ്ങളിലുണ്ട്, ചില എഡിഷൻസിൽ മാത്രമുണ്ട്. പക്ഷെ ഈ റിയാക്ഷൻ NCERT ഇല്ല. ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഇൻഫർമേഷൻ തന്നെയാണ്. അത് അറിയാവുന്നവർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കുകയും ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. An aqueous solution hydrazine
is electrochemically oxidized by O2, thereby releasing chemical energy in the form of electrical energy. One of the products generated from the electrochemical reactions is N2. Choose the correct statement about the above process. OH minus ion react with N2H4 at anode to form N2 and water, releasing 4 electrons to the anode. That's a true statement. It's a part of hydrazine acting as a fuel cell. ഹൈഡ്രസീൻ ഫ്യൂവൽ സെല്ലായിട്ട് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് ദ റിയാക്ഷൻ അറ്റ് ആനോഡ്, ദിസ് ഈസ് റിയാക്ഷൻ അറ്റ് ആനോഡ്, N2H4 is converted to N2 with OH minus, producing H2 and releasing 4 electrons. 4 electrons വരുമ്പോൾ 4 OH minus ഉണ്ടാവും, 4 4 8 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 4 H2O. This is the equation concerned to oxidation at anode. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്ന പ്രൊസീജിയർ ഇതാണ്. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെയോ, അറ്റ് കാത്തോഡ് N2H4 ബ്രേക്ക് ടു N2. ഇത് ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത് തെറ്റാണ്. അറ്റ് കാത്തോഡ് മോളിക്കുലർ ഓക്സിജൻ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു OH മൈനസ്. അത് കറക്റ്റ് ആണ്. അറ്റ് കാത്തോഡ്, ദിസ് ഈസ് കാത്തോഡ് റിയാക്ഷൻ. This is cathode reaction. Molecular oxygen O2 gets converted to OH minus. This is converted to OH minus by accepting 4 electrons. Up here 4 OH minus varum. Now adding the 2 you will get the net equation. 4 electron cancel ആയി, പിന്നെ ഇതും cancel ആയി, ഇതും cancel ആയി, ഇതും cancel ആയി. ഇത് N2O4 അല്ലല്ലോ, N2H4 ആണ് കേട്ടോ. So it is N2H4 plus O2, you get N2 plus 4H2O, N2 plus 4H2O. അപ്പോൾ ഇതും കറക്റ്റ് ആണ് കേട്ടോ. ഓക്സൈഡ്സ് ഓഫ് നൈട്രോജൻ ആർ മേജർ ബൈ പ്രോഡക്ട്സ് ഓഫ് ദി ഇലക്ട്രോകെമിക്കൽ പ്രോസസ്സസ്. അത് വന്നുകൂടായില്ല, പക്ഷെ അതിനാവശ്യമായിട്ടുള്ള കണ്ടീഷൻസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ. നൈട്രേറ്റ്സ് ഓഫ് ഓക്സിജന്റെ നൈട്രജന്റെ ഓക്സൈഡ്സ് ഫോം ചെയ്യാം, പക്ഷെ ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ചിട്ടുള്ളൊരു റെലവൻറ്റ് കമൻസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് എയിലും സിയിലും നിർത്താം. ഇത് വരാൻ സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതിനുള്ളൊരു റെലവൻറ്റ് കമൻസ് ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ല. സോ ലെറ്റ് us കൺക്ലൂഡ് ഓപ്ഷൻ എ ആൻഡ് സി. റൈറ്റ്? യെസ്. അടുത്ത ചോദ്യം. The option or options with the correct sequence of reagents for the conversion P to Q is or are. Again, more than one choice ilana. Option A, Lindlar's catalyst. Lindlar's catalyst എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ആൽക്കൈൻ എന്തായിട്ട് മാറും? സിസ് ആൽക്കീൻ ആയിട്ട് മാറും. അപ്പോൾ ഇത് ഓക്കെ ആണ്. Lindlar's catalyst with hydrogen. SnCl2 with HCl. SnCl2 with HCl, Stefan's reduction അല്ലെ, Cn will be converted to CHO. അപ്പോൾ അതും ഓക്കെ ആയി. NaBH4 എന്താ ചെയ്യുക? ഇത് എസ്റ്റർ ആണ്. എസ്റ്ററിനെ ഒന്നും ചെയ്യില്ല. കീറ്റോണിനെ ആൽക്കഹോൾ ആക്കി മാറ്റും. അപ്പോൾ അതും നടന്നു. ഫൈനലി ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ ഇവിടെ ഒരു എസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു എസ്റ്റർ ഉണ്ട്. ഈ എസ്റ്റർ ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ അത് ഓക്കെയാണ്. ഈ എസ്റ്റർ ആസിഡ് ഇവിടെ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആൽക്കഹോൾ ആയിട്ട് മാറും. അതും ഓക്കെയാണ്. സോ ഫസ്റ്റ് ചോയ്സ് ഈസ് കറക്റ്റ്. ഫസ്റ്റ് ചോയ്സ് കോമ്പിനേഷൻ പെർഫെക്റ്റ് ആണ്. ലിത്തിയം ലിൻഡാർസ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ ആൽക്കൈൻസ് സിസ് ആൽക്കീൻ ആക്കി മാറ്റും. അപ്പൊ ഈ രണ്ട് ആൽക്കൈൻ സിസ് ആൽക്കീൻ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? SnCl2 HCl, സ്റ്റീഫൻസ് റിഡക്ഷൻ, Cn എന്തായിട്ട് മാറും? CHO ആയിട്ട് മാറും. പെർഫെക്റ്റ് അല്ലേ? NaBH4 ഇവിടെ ഒന്നും ചെയ്യില്ല. ഈ കീറ്റോ ഗ്രൂപ്പിനെ ആൽക്കഹോൾ ഗ്രൂപ്പ് ആക്കി മാറ്റും. പെർഫെക്റ്റ് അല്ലേ? ഫൈനൽ ഹൈഡ്രോളിസിസ് നടന്നാൽ ഈ എസ്റ്റർ ആസിഡ് ആയിട്ട് മാറും. ഈ എസ്റ്ററിൽ ഈ ആസിഡ് പോയി കഴിഞ്ഞാൽ ഇവിടെ OH ആൽക്കഹോൾ ഗ്രൂപ്പ് ആയിട്ട് മാറും. ഫസ്റ്റ് ചോയ്സ് പെർഫെക്റ്റ് ആണ്. സെക്കൻഡ് ചോയ്സ് നമുക്ക് പരിശോധിക്കാം. ഇത് ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി സെക്കൻഡ്ലി ഹൈഡ്രോളിസിസ് ചെയ്യണം. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഇതും പെർഫെക്റ്റ് ആണ്. ഇത് രണ്ടും പെർഫെക്റ്റ് ആണ്.
പക്ഷേ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഈ CN എന്തായിട്ട് മാറും? ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ CN COOH ആയിട്ട് മാറും. ആ COOH-നെ ഇയാൾക്ക് CHO ആക്കി മാറ്റാൻ പറ്റുമോ? പറ്റില്ല. COOH-നെ CHO ആക്കി മാറ്റാൻ SnCl2HCl പറ്റില്ല. സോ സെക്കൻഡ് ചോയ്സ് ഔട്ട്. കാരണം ഇടയിൽ ഒരു ഹൈഡ്രോളിസിസ് വരുമ്പോൾ ആ ചോയ്സ് ഔട്ടായി. ഇനി തേർഡ് ചോയ്സ് നോക്കാം. തേർഡ് ചോയ്സ് NaBH4 ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് OH ആയിട്ട് മാറി. ദാറ്റ് ഈസ് പെർഫെക്റ്റ്. SnCl2HCl എടുക്കുമ്പോൾ ഇയാള് ഇതായിട്ട് മാറി. ദാറ്റ് ഈസ് പെർഫെക്റ്റ്. നൗ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഇത് OH ആവും. അതുപോലെ ഇത് രണ്ടും ഇത് ആസിഡ് ഗ്രൂപ്പായിട്ട് മാറും. അതും ഓക്കെ. നൗ ഫൈനലി ലിൻലാർസ് കാറ്റലിസ്റ്റ് വിത്ത് ഹൈഡ്രജൻ ട്രിപ്പിൾ ബോണ്ടിനെ സിസ് ആക്കി മാറ്റും. സോ ഓപ്ഷൻ സി പെർഫെക്റ്റ് ആണ്. ഓപ്ഷൻ എയും പറ്റും, ഓപ്ഷൻ സിയും പറ്റും. ബി പറ്റില്ല. കാരണം ഇടയിൽ ആ ഒരു ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ സയനൈഡ് ആസിഡ് ഗ്രൂപ്പായിട്ട് മാറും. അവിടെ കഥ മാറി. ഓക്കെ. ഇനി ഡി പറ്റൂടാ? ഡി ലിൻലാർസ് കാറ്റലിസ്റ്റ് ഓക്കെ ആണ്. NaBH4 ഇയാളെ ഇതാക്കി മാറ്റും. ടിൻ വിത്ത് HCl ഇയാളെ ഇതാക്കി മാറ്റും. ഹൈഡ്രോളിസിസ് ഫൈനൽ. ഓപ്ഷൻ ഡിയും പെർഫെക്റ്റ് ആണ്. എയും സിയും ഡിയും ദാറ്റ് വിൽ ബി ദ കറക്റ്റ് കോമ്പിനേഷൻ വിച്ച് ക്യാൻ കൺവേർട്ട് ദീസ് കൺവേർഷൻസ് ഇഫക്റ്റീവ്ലി. ഓപ്ഷൻ ബിയിൽ ആ ചെയ്തു വരുമ്പോൾ കഥ ഒന്ന് മാറിപ്പോവും. ആ ഹൈഡ്രോളിസിസ് ഇടയിൽ നടക്കുമ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, the compounds having peroxide linkage. ഓപ്ഷൻ എ പെറോക്സൈഡ് ലിങ്കേജ് ഇല്ലല്ലോ, ഒലിയം അല്ലേ? H2S2O7 ഒലിയം അല്ലേ? ദിസ് ഈസ് H2S2O7. അതിൽ പെറോക്സൈഡ് ലിങ്കേജ് ഇല്ല. ദിസ് ഈസ് ദ സോ കോൾഡ് ഒലിയം. ഇതിൽ പെറോക്സൈഡ് ലിങ്കേജ് ഇല്ല. H2S2O8 കറക്റ്റ് അല്ലേ? ദ സോ കോൾഡ് മാർഷൽസ് ആസിഡ്, പെറോക്സോ ഡൈ സൾഫ്യൂറിക് ആസിഡ്, മാർഷൽസ് ആസിഡ്. ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാർഷൽസ് ആസിഡ്, പെറോക്സോ ഡൈ സൾഫ്യൂറിക് ആസിഡ്. There is a peroxy linkage, the so called peroxo disulfuric acid എന്ന് പറയും, മാർഷൽസ് ആസിഡ് എന്ന് പറയും. പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പൊ അത് ആൻസർ ആണ്. H2SO5 ഡൈസൾഫ്യൂറസ് ആസിഡ് അതല്ല കേട്ടോ, ഡൈസൾഫ്യൂറസ് ആസിഡ്. ദിസ് ഈസ് ഡൈസൾഫ്യൂറസ് ആസിഡ്. H2S2O5 ശരിയല്ലേ? H2S2O5 SS ലിങ്കേജ് ഉണ്ട് കേട്ടോ, അല്ലാതെ അവിടെ പെറോക്സി ലിങ്കേജ് ഇല്ല. ഡൈസൾഫ്യൂറസ് ആസിഡ് അത് വരില്ല. ഇത് വരും, ഇത് വരും. പെറോക്സോ മോണോ സൾഫ്യൂരിക് ആസിഡ്, ദ സോ കോൾഡ് കാരോസ് ആസിഡ്. കാരോസ് ആസിഡ്, പെറോക്സോ മോണോ സൾഫ്യൂരിക് ആസിഡ്, കാരോസ് ആസിഡ്. ദർ ഈസ് എ പെറോക്സി ലിങ്കേജ്. ഇതിന്റെ 2 ടൈംസ് ആണല്ലോ ഇത് വരുന്നത്. അപ്പൊ ഇവിടെയും ഒരു പെറോക്സി ലിങ്കേജ് ഉണ്ട്. ദാറ്റ്സ് എ പ്രിറ്റി ഈസി ക്വസ്റ്റ്യൻ ബിക്കോസ് ദ മോളിക്യൂൾസ് ആർ വെൽ നോൺ ടു അസ്. ഓപ്ഷൻ ഏതൊക്കെയാ? ബിയും ഡിയും. ഓപ്ഷൻ ഡി പെറോക്സോ മോണോ സൾഫ്യൂരിക് ആസിഡ് കോൾഡ് കാരോസ് ആസിഡ്. ഓപ്ഷൻ ബി അതിന്റെ 2 കണ്ടൻസ് ചെയ്ത് കിട്ടുന്നതാണ് പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡ്, ദ സോ കോൾഡ് മാർഷൽസ് ആസിഡ്. റൈറ്റ്, അത് രണ്ടുമാണ് കറക്റ്റ് ആൻസർ. എയും സിയും വരില്ല കേട്ടോ. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. To form a complete monolayer of acetic acid on 1 gram charcoal, 100 ml 0.5 molar acetic acid was used. Some of the acetic acid remained unadsorbed. To neutralize the unadsorbed acetic acid, 40 ml 1 molar NaOH solution was required. If each molecule of acetic acid occupy P into 10 power minus 23 meter square surface area on charcoal, the value of P is given. Surface area of the charcoal തന്നിട്ടുണ്ട്, അവോഗാഡ്രോ നമ്പർ given. Okay, yes. അപ്പൊ അസറ്റിക് ആസിഡ് എടുത്തത് 100 ml 0.5 molar. So acetic acid taken, acetic acid taken
0.5 molar 100 ml, that is 50 millimole. This is acetic acid taken. Now, acetic acid unadsorbed. Acetic acid unadsorbed 1 molar 40 ml, that is 40 millimole. This is acetic acid taken. This is acetic acid unadsorbed. Therefore, acetic acid adsorbed will be 50 minus 40, 10 millimole. This will be acetic acid adsorbed. ശരിയല്ലേ? അസറ്റിക് ആസിഡ് എടുത്തത് 50 മില്ലിമോൾ, അൺഅഡ്സോർബ്ഡ് 40 മില്ലിമോൾ. അപ്പൊ എത്രയാണ് അഡ്സോർബ്ഡ്? 50 minus 40, 10 millimole is adsorbed sulfuric acid. So adsorbed sulfuric acid is 10 millimole. Therefore, number of moles will be 10 into 10 power minus 3, that is 10 power minus 2 mole. This is the adsorbed acetic acid molecules. Okay. എന്ന് വെച്ചാൽ എത്ര മോളിക്യൂൾസ് വരും? It will be 10 power minus 2 into 6 into 10 power 23. എന്ന് വെച്ചാൽ 6 into 10 power 21. This is the number of adsorbed molecules. Fine? Yes. Each molecule occupies P into 10 power minus 23. Right? Each molecule occupy P into 10 power minus 3. minus 23. അപ്പോൾ ഇത്രയും മോളിക്യൂൾസിനോ ഒരു മോളിക്യൂളിന് ഇത്ര. അപ്പോൾ ഇത്രയും മോളിക്യൂൾസിനോ it will be P into 10 power minus 23 into 6 into 10 power 21. This will be the total surface area. കാരണം ഒരു മോളിക്യൂളിന് P into 10 power minus 23. അപ്പോൾ 6 into 10 power 21 മോളിക്യൂളിന് എത്രയാ? Into that. And that surface area is given here. 1.5 into 10 power 2. So this is equal to 1.5 into 10 power 2. എന്ന് വെച്ചാൽ 1500 ശരിയല്ലേ? No, 150. Right? 150. Yes. അപ്പോൾ P എത്ര എന്നാണ് ചോദ്യം. P എത്ര എന്നാണ് ചോദ്യം. ഇത് ക്യാൻസൽ ആയില്ലേ? ഇവിടെ എത്ര വരാം? -2 എന്ന് വരും അല്ലേ? -2 എന്ന് വരും. സോ P will be 150 by 6 into 10 power minus 2. എന്ന് വെച്ചാൽ 150 into 100 by 6. ഇത് ചെയ്യുമ്പോ 2 എത്ര വരാ? 25 അല്ലേ വരാ? 2500. ആൻസർ ഈസ് 2500. കറക്റ്റ് അല്ലേ? 6 2 12 30 5 25. യെസ്, 2500. That will be the answer. Once again, the initial quantity of acetic acid taken 0.5 molar 100 ml 50 millimole. Acetic acid unadsorbed, neutralized by NaOH. ഇത്രയുമാണ്. അപ്പോൾ this is taken acetic acid quantity. This is unadsorbed acetic acid quantity. Therefore, adsorbed acetic acid will be 50 minus 40, 10 millimole. Number of moles 10 power minus 2 mole. Number of molecules 6 into 10 power 21. Each molecule P into 10 power minus 23. So this much molecules P into 10 power minus 23 into 6 into 10 power 21. And that is equal to the area given. Find out what is P. Okay. Next question. Vessel 1 contained W2 gram non-volatile solute X dissolved in W1 gram water. Vessel 2 contained W2 gram another non-volatile solute Y dissolved in W1 gram of water. So weight of solute W2 remains same. Weight of solvent W1 remains same. Both vessels are at the same temperature and pressure. Molar mass of X is 80% that of Y.
molar mass of X is 80% that of Y. Van 't Hoff factor X is 1.2 times that of Y. Van 't Hoff factor X is 1.2 times that of Y. The elevation of boiling point for solution vessel 1 is dash percent vessel 2. So elevation in boiling point. So delta TB1 by delta TB2. This is what we are looking for. Right? We know delta TB is equal to I into weight of solute into 1000 divided by molar mass of solute into weight of solvent. Please understand, in two cases this is constant. This is also constant, leave it. So it's a matter of I versus molar mass. I versus molar mass. So it will be I1 divided by I2. M is inverse. So it is M1, M2. It will be like this. So delta TB1 by delta TB2 equal to I1 by I2 divided by I1 by I2. I1 in M1 inverse relation ആണ് M അല്ലെ M2 by M1. ഇനി I1 I2 given 1.2. So this ratio is given as 1.2 into molar mass of X is 80% that of Y. Molar mass of X is 80% that of Y. എന്ന് വെച്ചാൽ ഇത് 100 ആണെങ്കിൽ ഇത് 80 ആണ്. So that's over. So it is 1.2 into 10. That is 12 by 8. എന്ന് വെച്ചാൽ 1.5. എന്ന് വെച്ചാൽ 150%. 1.5 എന്ന് വെച്ചാൽ 150%. So elevation in boiling point solution 1, it is 150% compared to solution 2. Okay. Answer is 150. Next question. For a double strand DNA, one strand is given below. The amount of energy required to split the double strand DNA into two single strands in kilocalorie per mole. Average energy per hydrogen bond for AT base pair per hydrogen bond ആണ്. It is 1 kilocalorie and GC base pair 1.5 kilocalorie. AU base pair വേണ്ടല്ലോ, കാരണം DNA അല്ലേ. Yes. Ignore electrostatic repulsion between the phosphate group. അപ്പോൾ ബാക്കിയൊന്നും നോക്കണ്ട. AT-CG കോമ്പിനേഷന്റെ ബ്രേക്കിങ്ങിന് പെർ ഹൈഡ്രജൻ ബോണ്ട് വരുന്ന വാല്യൂസ് കൗണ്ട് ചെയ്താൽ മതി. ആദ്യം നമുക്ക് AT എടുക്കാം. പ്ലീസ് ബി വെരി കെയർഫുൾ. ഇറ്റ് ഈസ് AT, 2 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് കേട്ടോ. ഒരു AT പെയറിൽ 2 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, മറക്കരുത്. അപ്പൊ എത്ര AT ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട് കേട്ടോ. 7 AT ഉണ്ട്. സോ AT വരുന്നത് 7 എണ്ണം. ഹൈഡ്രജൻ ബോണ്ട് 2 എണ്ണം വെച്ച് കൂട്ടണം, അപ്പൊ 14. അതിന്റെ വാല്യൂ എത്രയാണ്? 1 കിലോ കാലറി ആണ്. സോ ഇറ്റ് ഈസ് 14 കിലോ കാലറി. ഇനി അടുത്ത് വേണ്ടത് CG ആണ്. CG എത്ര എണ്ണം ഉണ്ടാ? 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. CG 6 എണ്ണം ഉണ്ട് കേട്ടോ. CG ശ്രദ്ധിക്കുക, 3 ഹൈഡ്രജൻ ബോണ്ടാണ്, ഇത് 6 എണ്ണം. അപ്പൊ 6 എണ്ണം വെച്ചിട്ട് ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 18 എണ്ണമായി. വാല്യൂ എത്രയാ? 1.5 ആണ് കേട്ടോ. സോ 18 ഇൻറ്റു 1.5 ചെയ്ത് കഴിഞ്ഞാൽ 18 9 27. 27 14 27 37 41 വരും. 41 കിലോ കാലറി. ആൻസർ ഈസ് 41. ആൻസർ ഈസ് 41. അപ്പോൾ ATയുടെ കൗണ്ട് എടുക്കുക, ഇൻറ്റു 2 ചെയ്യുക, അതിന്റെ വാല്യൂ എടുക്കുക. CGയുടെ കൗണ്ട് എടുക്കുക, ഇൻറ്റു 3 ചെയ്യുക, അതിന്റെ വാല്യൂ എടുക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക, ആൻസർ. അടുത്ത ചോദ്യം. A sample initially contained only uranium-238 isotope of uranium. With the time, some of the uranium radioactively decay into lead-206, while the rest remain undisintegrated.
when the age of sample is p into 10 power 8 years, the ratio of mass of lead to that of uranium in the sample found to be 7. The value of p is given half life തന്നിട്ടുണ്ട് log value തന്നിട്ടുണ്ട്. So it is uranium 238 converted to lead 206 starting with 1 0 1 minus x p into 10 raised to 8 years time 1 minus x, this will be x. At that time x into 206 divided by 1 minus x into 238, our ratio evideyo vayichullo, it is found to be 7. ഇതിൽ നിന്ന് x വർക്കൗട്ട് ചെയ്യാം, എന്ന് വെച്ചാൽ 206 x is equal to 7 minus 7x 238. 7 8 56 3 21 5 6 7 2 14 16. Yes, 1666x. Right? അപ്പോൾ അത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 1666 206 6 6 12 7 8 1 അല്ലേ? So it is 1872 x is equal to 1666 എന്ന് കിട്ടും. Therefore x is equal to 1666 divided by 1872. So 1.6 by 1.8 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 0.9 താഴത്ത് വരും. 0.889 or 0.89 റേഞ്ചിലായിരിക്കും ആൻസർ. എക്സ് ആൻസർ അല്ല, എക്സ് 0.9 തൊട്ട് താഴെയായിരിക്കും എക്സ് കിട്ടും. റൈറ്റ്? ഇനി നമുക്ക് ആ ടൈമിലേക്ക് പോകണം. ടൈം ടി ഈസ് ഈക്വൽ ടു 2.303 by k log r0 by r. So time t given p into 10 raised to 8 is equal to 2.303 by k. K you know it is k എന്താ വരിക? 2.303 into 0.3 divided by t half അല്ലേ? 0.693 by t half. K is equal to 0.693 by t half എന്നല്ലേ? 0.693 എങ്ങനെ കിട്ടുന്നത്? 2.303 into 0.3 വരുമ്പോഴാണ് അല്ലേ? So it will be 2.303 into 0.3 divided by t half. T half ഇവിടെ കണ്ടല്ലോ. This is t half. 4.5 into 10 raised to 9. അപ്പോൾ അത് മുകളിലേക്ക് പോകും. 4.5 into 10 raised to 9 into log 1 by 1 minus 0.889. റൈറ്റ്? ഇത് ചെയ്യുന്ന സമയത്ത് 0.111 വരും. 1 by 0.111 വരുമ്പോൾ log 9 എന്ന് വരും. log 9 is 0.96 something. Is it that? അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇത് ക്യാൻസലായി 10 power 8 ക്യാൻസലായി 10 എന്ന് വന്നു. സോ ഇറ്റ് ഈസ് 45 by 0.3 എന്ന് വെച്ചാൽ 450 by 3 എന്ന് വെച്ചാൽ 150. 150 into 0.96 സംതിങ്, ഒരു 140 to 143 ഈ റേഞ്ചിലായിരിക്കും ആൻസർ വരിക. 140 to 143 റേഞ്ചിലായിരിക്കും ആൻസർ വരിക. ഒന്നുകൂടെ പറയാം. നോക്കൂ, 1 mole uranium, 0 mole lead at a time t given 1 minus x. It is given mass ratio of lead to uranium given as 7. So mass of lead x into 206 by mass of uranium 1 minus x into 238 7 എന്ന് കിട്ടും. അതിൽ x സോൾവ് ചെയ്യുമ്പോൾ ഒരു 0.9 താഴത്തെ വാല്യൂവിലേക്ക് എത്തും. ഓക്കെ, അത് ഇന്റഗ്രേറ്റഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ടൈം t is equal to 2.303 by k log r0 by r. അതിൽ k എന്താ ചെയ്യുക? 0.693 by t half. That is known to all. K is equal to 0.693 by t half. എന്ന് വെച്ചാൽ ഇതെങ്ങനെ വരുന്നത്?
2.303 into 0.3 by t half. ഇത് അപ്ലൈ ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ 2.3 അതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഇറ്റ് ഈസ് 2.303 by 2.303 into 0.3 by t half goes here. And log 1 by 1 minus 0.889 എന്ന് പറയുമ്പോൾ 0.111 സംതിങ് എന്ന് വരും. 1 by 0.111 സംതിങ് 9ലേക്ക് എത്തും. റൈറ്റ്? അപ്പോൾ ലോഗ് 9 എന്ന് പറയുന്നത് ഒരു 0.96 റേഞ്ചിലായിരിക്കും. മറ്റേത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 10⁻8ഉം 10⁻9ഉം പോയാൽ ഒരു 10 ഉണ്ടാവും. 45 by 0.3, 450 by 3, 150. 150യുടെ 0.96 എടുക്കുമ്പോൾ ഒരു 143, 144 ആ റേഞ്ചിലായിരിക്കും എത്തുക. ഈ റേഞ്ചിലായിരിക്കും ആൻസറിലേക്ക് എത്താൻ സാധിക്കുക. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം. How many of the given species are tetrahedral in geometry? Tetrahedral. ഒന്നാമത്തേത് CN4 4 മൈനസ് എന്ന് പറയുമ്പോൾ ഇയാള് 0 സ്റ്റേറ്റിലാണ്. കൊബാൾട്ട് 0 എന്ന് പറയുമ്പോൾ D7S2 ആണ്. D7S2 സയനൈഡ് അല്ലേ, അപ്പൊ സൾഫറിന്റെ S ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരും. S ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നാൽ D7 എന്നുള്ളത് D9S0. D9S0. What is happening to D9 is this is D9. This is D9. You know what is happening with the cyanide in this complex is this one electron will be shifted to outermost orbital and this will be made free and it will undergo DsP2 hybridization and it will be square planar geometry. It will be square planar geometry. അപ്പോൾ ഇത് ആൻസറിൽ വരില്ല. നമുക്ക് ടെട്രാഹീഡ്രൽ വേണം. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഇയാള് ന്യൂട്രൽ ആണ്, ഇയാള് +1 ആവും, അപ്പൊ ഇയാള് -1 ആവും. കൊബോൾട്ട് -1 ആവും. കൊബോൾട്ട് -1 ആയി കഴിഞ്ഞാൽ D7S2 എന്നുള്ളത് D9 എന്നുള്ളത് D10 ആവും. മനസ്സിലായില്ലേ? D7S2 ഒരു ഇലക്ട്രോണും കൂടെ നോക്കൂ, ഈ ഇലക്ട്രോണും കൂടെ D9 ആയി, ഒരു ഇലക്ട്രോണും കൂടെ കൊബോൾട്ട് മൈനസ് അല്ലേ, കൊബോൾട്ട് -1 D10 ആവും. D10 എന്ന് വെച്ചാൽ D full ആയി. So it cannot go for DsP2 hybridization. It can only go for sp3 hybridization. So this is tetrahedral with the sp3 hybridization. Okay. ഇനി XeF4 is very famous square planar system. sp3 D2 hybridization, square planar geometry. PCl4 tetrahedral ആണ്, famous. PDCl4 square planar ആണ്, ICl4 square planar ആണ്. What about here? CuCN4 3- എന്ന് വെച്ചാൽ കോപ്പർ പ്ലസ് ആണ്, കിട്ടും. കോപ്പർ പ്ലസ് ആണ് അല്ലെ. 3- എന്ന് പറയുമ്പോൾ ഇവിടെ 4 മൈനസും പ്ലസും വരുമ്പോൾ അത് കോപ്പർ പ്ലസ് ആണ്. കോപ്പർ പ്ലസ് എന്ന് പറയുമ്പോൾ D10 ആണ്. D10 can give you sp3 hybridization. So this is another answer. അതും sp3 ആയിരിക്കും. കഴിഞ്ഞില്ലേ? അപ്പൊ എത്രണ്ണായി? ആൻഡ് ഇവിടെ ആരും ഉണ്ടല്ലോ, P4. P4 is the very famous tetrahedral system. P4. This is P4 tetrahedral geometry അല്ലേ, P4. അപ്പൊ എത്രയായി? ഇതും വരണം കേട്ടോ. അപ്പൊ എത്ര എണ്ണം ഇടാം? 1 2 3 4 എണ്ണം കിട്ടും. 4 is the answer. 4 is the answer, including that P4. അടുത്ത ചോദ്യം. An organic compound P having molecular formula C6H6O3 gives ferric chloride test and does not have intramolecular hydrogen bond. Ferric chloride test തരുന്നുണ്ട്, intramolecular hydrogen bond ഇല്ല. The compound P reacts with 3 equivalent of hydroxylamine to produce oxime. So the compound P could be this one. Compound P could be this one. ഇതായിരിക്കണം. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് പാടില്ല കേട്ടോ.
അപ്പോൾ 135 പൊസിഷനിൽ OH ഗ്രൂപ്പ് വരണം. അപ്പോൾ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് ആയി. ആൻഡ് ഇറ്റ് ക്യാൻ ഗിവ് യു 3 hydroxylamine reacting because it can give you the very famous tautomeric form. It can give the very famous tautomeric form with 3 keto groups. അല്ലേ? അപ്പൊ നോക്കിയേ, 3 equivalents of hydroxylamine can react produce oxime Q. Produce oxime Q. അപ്പോൾ ഇവിടെ ഓക്സീം ഫോം ചെയ്യും, ഇവിടെ ഓക്സീം ഫോം ചെയ്യും, ഇവിടെ ഓക്സീം ഫോം ചെയ്യും. സോ ദിസ് ഈസ് P ആൻഡ് ദാറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദിസ് കണ്ടീഷൻ. ഇതാണ് P. ഇതിന്റെ ഓക്സീം ആണ് Q. ട്രീറ്റ്മെന്റ് ഓഫ് P വിത്ത് എക്സസ് മീഥൈൽ അയോഡൈഡ്. ട്രീറ്റ്മെന്റ് ഓഫ്, ഇത് ഫോർമുല കറക്റ്റ് അല്ലേ? C6H6O3. C6 ആയി, H ഇവിടെ 3 H6 ആയി, O3 കറക്റ്റ് ആയി. ഓക്കെ. ട്രീറ്റ്മെന്റ് ഓഫ് P വിത്ത് എക്സസ്, ഇപ്പൊ ഇവിടെ P എന്ന് ഉദ്ദേശിച്ചത് ഇയാളെയാണ് കേട്ടോ. ട്രീറ്റ്മെന്റ് ഓഫ് P വിത്ത് എക്സസ് മെത്തിൽ അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് KOH പ്രൊഡ്യൂസസ് കമ്പൗണ്ട് R ആസ് മേജർ പ്രോഡക്റ്റ്. എക്സസ് മെത്തിൽ അയോഡൈഡ്, മെത്തിൽ അയോഡൈഡ് ഇവിടെ എവിടെ റിയാക്ട് ചെയ്യാം? മെത്തിൽ അയോഡൈഡിന് റിയാക്ട് ചെയ്യാൻ സ്കോപ്പ് ഏതാ? മെത്തിൽ അയോഡൈഡിന് ഈ ഹൈഡ്രജനിൽ റിയാക്ട് ചെയ്യാം, ബിക്കോസ് ദിസ് ഈസ് ഹൈലി അസിഡിക് ഹൈഡ്രജൻ. The methylenic hydrogen there is, methyl hydrogen there is highly acidic. കാരണം ഇതും ഇലക്ട്രോൺ, ഈ 2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ പ്രസൻസ് കാരണം this is highly acidic in nature. അപ്പൊ എന്ത് സംഭവിക്കും? This will be turning minus, this will turn plus. അവിടെ മെത്തിൽ അയോഡൈഡ് വന്ന് അറ്റാക്ക് ചെയ്യാം, മെത്തിൽ അയോഡൈഡ് വന്ന് അറ്റാക്ക് ചെയ്യാം. H+ഉം I- സ്ഥലം വിടും and this CH3+ can be attacked over here. അത് ഒരു ഹൈഡ്രജൻ അല്ല, എല്ലാവരുടെയും എക്സസ് എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എക്സസ് ഓഫ് മെത്തിൽ അയോഡൈഡ്. സോ വാട്ട് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് വിത്ത് എക്സസ് ഓഫ് മെത്തിൽ അയോഡൈഡ്? ദ റിസൾട്ട് വിൽ ബി ലൈക്ക് ദിസ്. all acidic hydrogen will be replaced by methyl group. ഇങ്ങനെ വരും. Now this is compound R. ഇതാണ് compound R as major product. Reaction of R with excess of isobutyl magnesium bromide followed by treatment with water gives compound S as major product. Compound S as major product. See, isobutyl magnesium bromide, Grignard reagent. Grignard reagent can be attacking over here. Isobutyl magnesium bromide. Isobutyl magnesium bromide. 1, 2, 3, 4. This is isobutyl magnesium bromide, which is attacking over here as O- and C+. This is breaking, this is breaking over here, plus and minus, and this minus will be attacking here, and finally O will become OH. And that's going to happen at all keto segment. All keto segment that will happen. So the final result S will be like this. Final result S will be like this. OH ആയിട്ട് മാറും. ഇവിടെ ഒരു ഐസോബ്യൂട്ടൈൽ ഗ്രൂപ്പ് വരും. ഇവിടെ ഓൾറെഡി 2 മെത്തിൽ ഗ്രൂപ്പ് ഉണ്ട് കിട്ടും. ഇവിടെ OH ഗ്രൂപ്പ് വരും, ഒരു ഐസോബ്യൂട്ടൈൽ ഗ്രൂപ്പ് വരും. ഇവിടെ 2 മെത്തിൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ OH ഗ്രൂപ്പ് വരും, അവിടെ ഒരു ഐസോബ്യൂട്ടൈൽ ഗ്രൂപ്പ് വരും. ഇവിടെ 2 മെത്തിൽ ഗ്രൂപ്പ് ഉണ്ട്. And what the intention is total number of methyl group in the compound S. Compound S ൽ എത്ര മെത്തിൽ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ചോദ്യം. How many methyl group in compound S? എത്ര എണ്ണ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. There are 12 methyl group. There are 12 methyl group. 12 is the answer. 12 methyl groups ഉണ്ട്. So the acidic hydrogen pertaining to that CH2 group each will be substituted with a methyl group. അപ്പൊ തന്നെ 3 സ്ഥലത്ത് 6 എണ്ണമായി. ഓക്കെ, പിന്നെ 3 കീറ്റോ ഗ്രൂപ്പിൽ
ഗ്രിഗ്നാർഡ് റിയേജന്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഐസോബ്യൂട്ടൈൽ ഗ്രൂപ്പ് വരുമ്പോൾ അതിൽ 2 എണ്ണം ഉണ്ട്. അപ്പം അവിടെയും 6 എണ്ണമായി, 6 6 12. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. An organic compound P with the molecular formula C9H8O2 decolorizes bromine water and also shows positive iodoform test. P on ozonolysis followed by treatment with H2O2 gives Q and R. While compound Q shows positive iodoform test, compound R does not give positive iodoform test. Q and R on oxidation with the PCC followed by heating gives S and T respectively. Both S and T show positive iodoform test. Complete polymerization of 500 mole Q, 500 mole R gives 1 mole of a single acyclic copolymer U. Sum of number of oxygen atoms in S and T. അപ്പോൾ നമുക്ക് ആദ്യം S and T യെ കുറിച്ച് പറയണം. S and T യെ കുറിച്ച് പറയണം. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. ആ സ്റ്റോറി എങ്ങനെയെന്ന് നോക്കാം. ഓർഗാനിക് കോമ്പൗണ്ട് പി വിത്ത് മോളിക്കുലർ ഫോർമുല C9H18O2. C9H18O2. So C9H18O2. This is compound P. Decolorizes bromine water. എന്ന് വെച്ചാൽ ഇതിൽ unsaturation ഉണ്ട്. This decolorizes bromine water. That means there is unsaturation. എത്ര unsaturation ഉണ്ട്? Degree of unsaturation എങ്ങനെ കണ്ടുപിടിക്കാം? 2 carbon plus minus hydrogen plus 2 by 2. 2 carbon എന്ന് പറയുമ്പോൾ 18 minus 18 plus 2 by 2. So it is degree of unsaturation 1 ആണ് കിട്ടും. Degree of unsaturation 1 ആണ്. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. 9 കാർബൺ ആറ്റത്തിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. റൈറ്റ്? 9 കാർബൺ ആറ്റത്തിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. റൈറ്റ്? Also shows positive iodoform test. Positive iodoform test. Okay. So P shows positive iodoform test. P on ozonolysis by treatment with H2O2. എന്ന് പറയുമ്പോൾ ഓക്സിഡേറ്റീവ് ഓസോണോലിസിസ് ആണ് കേട്ടോ. ഓക്സിഡേറ്റീവ് ഓസോണോലിസിസ് ആണ്. And that gives Q and R. അതിൽ Q പോസിറ്റീവ് iodoform ടെസ്റ്റും R നെഗറ്റീവ് iodoform ടെസ്റ്റും ആണ്. Q പോസിറ്റീവ് iodoform ടെസ്റ്റും R നെഗറ്റീവ് iodoform ടെസ്റ്റും ആണ്. So let this is 1, 2, 3, 4, 5, 6, 7, 8, 9 കാർബൺ ആറ്റം. 9 കാർബൺ ആറ്റം. ഇത് iodoform ടെസ്റ്റ് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു OH വരാം. ഡബിൾ ബോണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ വരുന്നുണ്ടാവാം. 2 ഓക്സിജൻ ഉണ്ടല്ലോ. അപ്പോ രണ്ടാമതും ഒരു OH ഗ്രൂപ്പ് വരുന്നുണ്ടാവാം. ശരിയല്ലേ? രണ്ടാമതും ഒരു OH ഗ്രൂപ്പ് വരുന്നുണ്ടാവാം. അത് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കാം. എന്തായാലും ഇവിടെ വരാൻ പാടില്ല. അല്ലേ? ശരിയല്ലേ? വരാതിരിക്കാൻ പ്രശ്നമൊന്നുമില്ല. എവിടെ വേണമെങ്കിലും വരാം. അതുപോലെ ഡബിൾ ബോണ്ട് എവിടെയാണ് അതും അറിയില്ല. അപ്പോൾ ഒരു OH ഗ്രൂപ്പ് ഇവിടെ ആയിരിക്കും നമുക്ക് അസ്യൂം ചെയ്യാം. ഒരു OH ഗ്രൂപ്പ് അവിടെ ആയിരിക്കും അസ്യൂം ചെയ്യാം. വേറെ ഒരു OH ഗ്രൂപ്പ് ഒരു അൺസാച്ചുറേഷൻ അല്ലേ ഉള്ളൂ. ഒരു അൺസാച്ചുറേഷൻ റിംഗിൽ ചെയിനിൽ വരണം. എന്നാലേ ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് ഉള്ളൂ. റൈറ്റ്? അപ്പോൾ ഡബിൾ ബോണ്ട് ഇവിടെ എവിടെയാണ്. അപ്പോൾ വേറെ CO ഒന്നും അല്ല, OH ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഒരു OH ഗ്രൂപ്പ് ഇങ്ങനെ വരണം. കാരണം മെത്തിൽ കീറ്റോ ഗ്രൂപ്പ് വന്നാലേ പോസിറ്റീവ് iodoform ടെസ്റ്റ് ഉള്ളൂ. അപ്പൊ ഇയാൾ പോസിറ്റീവ് iodoform ടെസ്റ്റ് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ OH ഗ്രൂപ്പ് എവിടെയാണെന്ന് അറിയില്ല. റൈറ്റ്? നൗ ദിസ് ഈസ് ട്രീറ്റഡ് ഫോർ. ഇതിൽ എവിടെയോ ഡബിൾ ബോണ്ട് ഉണ്ട് കേട്ടോ. ആൻഡ് ദാറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഓസോൺ ഫോളോഡ് ബൈ H2O2. You are getting followed by H2O2. You are getting Q and R. Qന് iodoform ടെസ്റ്റ് ഉണ്ട്. ഇതിൽ Qഉം Rഉം കിട്ടും. Qന് പോസിറ്റീവ് iodoform ടെസ്റ്റ് ആണ്. Rന് നെഗറ്റീവ് iodoform ടെസ്റ്റ് ആണ്. ഓക്കെ ഫൈൻ. ലെസ്
ഇനി Q and R oxidation with PCC followed by heating give SNT. SNT. Both SNT show positive iodoform test. നോക്കൂ, ആ ഒരു കമന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് Q and R, Q with PCC, R with PCC, followed by heating. You are getting something. So you can assume followed by heating എന്ന് പറയുമ്പോൾ ആ ഇവിടെ കിട്ടുന്ന എന്തായിരിക്കണം? ബീറ്റാ കീറ്റോ ആസിഡ് ആയിരിക്കണം. ആസിഡ് എങ്ങനെ കിട്ടുന്ന മനസ്സിലാക്കാം. ഓക്സിഡേറ്റീവ് ഓസോണോളിസിസ് ആണ്, ഡെഫിനറ്റ്ലി ആസിഡ് ആയിരിക്കും. Q and R will be acid. എന്ത് ആസിഡ് ആയിരിക്കും? ബീറ്റാ കീറ്റോ ആസിഡ് ആയിരിക്കും. ഏത് ഇവിടെ കിട്ടുന്നത് PCCയിൽ റിയാക്ട് ചെയ്ത് ഇവിടെ കിട്ടുന്ന എന്തായിരിക്കണം? ഇവിടെ കിട്ടുന്ന സാധനം ബീറ്റാ കീറ്റോ ആസിഡ് ആയിരിക്കണം. ബീറ്റാ കീറ്റോ ആസിഡ് ആയിരിക്കണം. അതുപോലെ ഇവിടെയും കിട്ടുന്നത് ബീറ്റാ കീറ്റോ ആസിഡ് ആയിരിക്കണം. ബിക്കോസ് ബീറ്റാ കീറ്റോ ആസിഡ്സ് ആർ സിംപ്ലി ഹീറ്റിംഗ് അണ്ടർഗോയിങ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ, റൈറ്റ്? ഇവിടെ ബീറ്റാ കീറ്റോ ആസിഡ് കിട്ടണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? അതിന്റെ ആൽക്കഹോൾ ആയിരിക്കണം. സോ ഇറ്റ് കുഡ് ബി എ ഡബിൾ ബോണ്ട് ഓവർ ഹിയർ. It could be a double bond over here and it could be an OH over here. Now please verify the formula. C9 already നോക്കിയല്ലോ. H18 വരുമോ? 3 ഹൈഡ്രജൻ, 3, 4, 5, 7, 8, 9, 11, 12, 13, 15, 18 ഹൈഡ്രജനും എല്ലാം പെർഫെക്റ്റ് ആയി. Now imagine it undergo cleavage over here. ഇത് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. Q എന്തായിരിക്കും? Q ഇതായിരിക്കും Q, and that can give you positive iodoform test. കാരണം മെത്തിൽ കാർബിനോൾ ഗ്രൂപ്പ് ഉണ്ട്. Now ഇവിടെ എന്ത് വരും? ഇവിടെ വരുന്നത് ഇതായിരിക്കും. യെസ്, COOH ശരിയല്ലേ? ഇവിടെ OH 1, 2, 3, 4, 5 കാർബൺ, 1, 2, 3, 4 കാർബൺ, 5, 4, 9 കാർബൺ ആയി. സോ R ഇതാണ്, കാരണം ഇതിന് നെഗറ്റീവ് iodoform ടെസ്റ്റ് ആണ്, മെത്തിൽ കാർബണൽ ഗ്രൂപ്പ് ഇല്ല. അപ്പൊ പെർഫെക്റ്റ് ആയില്ലേ? നൗ ദിസ് ഈസ് ട്രീറ്റഡ് വിത്ത് PCC. OH will turn keto, COOH ഇങ്ങനെ വരും. ഇത് ബീറ്റാ കീറ്റോ തന്നെയല്ലേ? വെരിഫൈ ചെയ്യൂ. ആൽഫ കാർബൺ, ബീറ്റാ കാർബൺ, ആൻഡ് ദിസ് ഈസ് ബീറ്റാ കീറ്റോ ആസിഡ്. അപ്പോൺ ഹീറ്റിംഗ് യു വിൽ ഗെറ്റ് അസെറ്റോൺ. ഇതാണ് യെസ്. നൗ ഇവിടെ ഇത് ബീറ്റാ കീറ്റോ ആസിഡ് വരില്ലേ? ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ട് എന്തായിരിക്കും? ഇത് ഡീകാർബോക്സിലേഷൻ നടന്നു പോയാൽ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് വൺ. ഇത് ബീറ്റാ, നോക്കൂ, ആൽഫ കാർബൺ, COOH. PCCയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ OH കീറ്റോ ഗ്രൂപ്പ് ആവും. ഞാൻ വരച്ചത് തെറ്റി. This is oxidized. So it will be COOH. This will turn keto. So it is alpha carbon, beta keto carboxylic acid, which upon heating there will be decarboxylation and the product obtained will be this one. ഇവിടെ കീറ്റോ ഗ്രൂപ്പ് വരും, ഈ കാർബോക്സിൽ ഗ്രൂപ്പ് പോയി, ഇവിടെ കീറ്റോ ഗ്രൂപ്പ് വരും, and that can give you positive iodoform test. This can give you positive iodoform test, and this is T. Is that perfect? അപ്പോ ഇതാണ് P. P undergoing ozonolysis, oxidative cleavage. This carbon will turn carboxylic acid. This carbon will turn carboxylic acid. Both are giving Q and R. Q can give you positive iodoform test. R will not. അതിഗംഭീരമായിട്ടുള്ള ചോദ്യമാണ്. Now both are treated with PCC. PCCയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ OH CO ഗ്രൂപ്പ് ആയിട്ട് മാറും, and that is a beta keto acid. ഇവിടെയും OH CO ഗ്രൂപ്പ് ആയിട്ട് മാറും, that is beta keto acid. Upon heating it will undergo decarboxylation, and now you get S and T. Both can give you iodoform test. കാരണം ഇവിടെ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയും മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. Both can give you iodoform test. Right. അപ്പോൾ S ഉം T ഉം വരെ എത്തി. ഇനി എന്താ നമ്മുടെ ചോദ്യം?
ഒന്നാമത്തെ ചോദ്യം, നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഇൻ SN_T. ചോദ്യത്തിൽ വലിയൊരു ഗുമ്മില്ല അല്ലെ. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഇൻ SN_T. ഇവിടെ ഒരു ഓക്സിജൻ, അവിടെ ഒരു ഓക്സിജൻ. സോ ദി ആൻസർ ഈസ് 2. ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 2. കാരണം എസ് എന്ന് പറയുന്നത് അസിറ്റോൺ ആണ്. ടി എന്ന് പറയുന്നത് എന്താ? ടി എന്ന് പറയുന്നത് ഇതാണ്, ബ്യൂട്ടനോൺ. റൈറ്റ്? യെസ്. ഇനി എന്തായിരുന്നു നമ്മുടെ അടുത്ത ചോദ്യം? അടുത്ത ചോദ്യം, കോപോളിമറൈസേഷൻ ഓഫ് 500 മോൾ Q 500 മോൾ R. Q ആരാണ്? ആർ ആരാണ്? Q ഈസ് 1 2 3 3 hydroxy butanoic acid. 3 hydroxy butanoic acid and this is 3 hydroxy pentanoic acid. PHBVയുടെ ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. PHBVയുടെ ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടൈറിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി വാലറിക് ആസിഡ്, PHBV ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അതിന്റെ കണ്ടൻസേഷൻ എത്ര? 500 moles each. 500 moles each. So what will happen? 500 moles each. COOH. ഇതും COOH 1 2 3 4 5 ഇത് രണ്ടും കൂടെ കണ്ടൻസ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് എസ്റ്റർ. isn't it? എവിടെ എസ്റ്റർ ഫോം ചെയ്യാം? ഈ കാണുന്ന OH ഉം ഈ കാണുന്ന COOH ഉം എസ്റ്റർ ആയിട്ട് ഫോം ചെയ്യും. എസ്റ്റർ ഫോം ചെയ്യുമ്പോൾ രണ്ടുപേര് കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് ഒരു വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്യും. 2 മോളിക്യൂള് കണ്ടൻസ് ചെയ്യുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്യും. റൈറ്റ്? ഇവിടെ എത്ര എണ്ണമാണ് കണ്ടൻസ് ചെയ്യുന്നത്? 500ഉം 500ഉം 1000 മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്യും. 2 എണ്ണത്തിന് ഒരു വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അപ്പൊ 1000 എണ്ണത്തിന് 9 വാട്ടർ എലിമിനേറ്റ് ചെയ്യും. റൈറ്റ്? സോ വാട്ട് വിൽ ബി ദ ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, മോളിക്കുലാർ വെയിറ്റ് ഓഫ് യു എന്ന് വെച്ചാൽ കോപോളിമറിന്റെ മോളിക്കുലാർ വെയിറ്റ് ആണ് ചോദ്യം. എങ്ങനെ? 500 moles of U, 500 moles of R. 500 moles of U, 500 moles of R. അത് കണ്ടൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മോളാർ മാസ് ആണ് ചോദ്യം. സോ വാട്ട് U ഈസ്? ദിസ് ഈസ് U. ഇതിന്റെ മോളാർ മാസ് എന്ത് വരും? 1 2 3 4 കാർബൺ 14 48, ഹൈഡ്രജൻ 3 4 5 7 8 ഹൈഡ്രജൻ, 3 ഓക്സിജൻ 48, 96 8 104. 104 ഇൻറ്റു 500 കിട്ടും. 14 20 2 5 52000. ദിസ് ഈസ് ദ മാസ് കോൺട്രിബ്യൂഷൻ ബൈ യു. ഇതാണ് യുവിന്റെ മാസ് കോൺട്രിബ്യൂഷൻ. വാട്ട് അബൌട്ട് ആർ? ദിസ് ഈസ് ആർ, COOH. ദിസ് ഈസ് ആർ. 1 2 3 4 5 കാർബൺ 15 60, ഹൈഡ്രജൻ 3 5 6 7 9 10 ഹൈഡ്രജൻ 48, ഓക്സിജന്റെ കോൺട്രിബ്യൂഷൻ 60 108 118 അല്ലെ. 118 ഇൻറ്റു 500 ചെയ്യുമ്പോൾ 5 40 5 4 9 5. This is the contribution by U. That is, sorry, this is Q. This is Q and this is R. So this is mass contribution from Q and this is mass contribution from R. Right? ഇങ്ങനെ 2 മോളിക്യൂൾ കണ്ടൻസ് ചെയ്യുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. ഇവിടെ 500 500ഉം 1000 മോളിക്യൂൾ കണ്ടൻസ് ചെയ്യുമ്പോൾ 9 വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്യണം. 9 വാട്ടറിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്യണം. എന്ത് വരും ഇവിടെ? 9 18 9 72 9 72 7 79 79 9 9 9 2 18 10 19 17 അല്ലേ? ശരിയല്ലേ? ഇതിൽ നിന്ന് ഇതിന്റെ സമ്മിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ്
52,000, 59,000, that is 11, 6 5 11. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. 17982. അപ്പോൾ 8 10 9 1 10 0 8 3 2 9. So this is the answer. 93018. 93018. 93018. Let me repeat. The mass contribution from this is 52,000. Mass contribution from this is 59,000. അതാണ് അഡിറ്റീവ്. അതിൽ ഈച്ച് മോളിക്യൂൾ വെൻ ആഡഡ് H2O സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 500 ചെയ്യുമ്പോൾ 1000 999 വാട്ടറിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്യുക. 99 മാസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫൈനൽ ഫിഗർ 93018 എന്ന് കിട്ടും. റൈറ്റ്? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. When potassium iodide added to aqueous solution potassium ferricyanide, a reversible reaction observed in which a complex P is formed. In a strong acid medium, the equilibrium shift completely towards P. Addition of zinc chloride to P in a slightly acidic medium result in a sparingly soluble complex Q. ഈ റിയാക്ഷൻസ് അറിയാമെങ്കിലും കഴിഞ്ഞു, വേറൊന്നുമില്ല. ആ റിയാക്ഷൻസ് അറിയാമോ എഴുതാം. What is the reaction? Ki, potassium iodide treated with potassium ferricyanide എന്ന് വെച്ചാൽ K3FeCN 6 times. What do you get? What do you get? You get K4FeCN 6 times. So this is a good reducing agent. ഇയാള് ഫെറീസയനൈഡിനെ ഫെറോസയനൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഫോം I2. ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണോടാ? ഇവിടെ 2Ki എന്ന് കൊടുക്കാം, ഇവിടെ 2K3FeCN6 എന്ന് കൊടുക്കാം. അപ്പോൾ 6 2 8. അപ്പോൾ 2K4FeCN6 ആയി. ശരിയായില്ലേ? ശരിയായില്ലേ? പ്ലസ് I2. റൈറ്റ്? സോ the complex P, ഇതാണ് കോംപ്ലക്സ് P കേട്ടോ. ഇതാണ് കോംപ്ലക്സ് P. Now that is treated with the zinc chloride. This when treated with zinc chloride, you will get K2Zn3FeCN 6 times plus KCl എന്ന് ഫോം ചെയ്യും. And that is the sparingly soluble complex Q. That is sparingly soluble complex Q. ഇനി എന്താ ചോദ്യം? നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 2 മോൾ P. 2 മോൾ P റിഡ്യൂസ് ചെയ്യാൻ 2 മോൾ P റിഡ്യൂസ് ചെയ്യാൻ 2 മോൾ വേണം. ആൻസർ ഈസ് 2. Answer is 2. So whether you know that reaction, that's the matter. വേറൊന്നും ഇല്ല ഇതിൽ. It is 2 mol. What is the next question? What is the next question? Oh, that is the last question. The number of zinc ions present in the molecular formula Q. Number of zinc ions present in the molecular formula Q. 3 എണ്ണം. K3 Zn thrice, FeCN 6 times. So number of zinc ions will be 3. Right? Yes. So that is the questions from paper 2 of the recently gone this year JEE advanced paper. 1-2 ചോദ്യങ്ങൾ of course നല്ല കുറച്ച് ആലോചിച്ച് ഇരുന്ന് ചെയ്ത് സോൾവ് ചെയ്യേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും ഓർഗാനിക്കിൽ 1-2 ചോദ്യങ്ങളെല്ലാം. While simple and moderate questions are also available. IITയുടെ സ്റ്റാൻഡേർഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണെന്ന് പറയാം. നമുക്ക് വേറൊരു വീഡിയോയിൽ വേറെ ചില ഡിസ്കഷൻസുമായിട്ട് പിന്നീട് കാണാം. Till then, bye. See you.